ക്യാരക്ടറിന് വേണ്ടി മാത്രം പൈസ വാങ്ങിക്കാതെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേരുകൾ പറയണ്ട പടങ്ങളുടെ, ഞാൻ അത് ശരിയല്ല അങ്ങനെ പറയുന്നത്. പക്ഷേ എൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് നല്ലതായതുകൊണ്ട് മാത്രം അവർ തന്നെ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു വലിയ ഹിറ്റാക്കാൻ വേണ്ടി പിടിക്കുന്ന സിനിമയല്ല. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യൂ. ഞാൻ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് പൈസ ഒരു വിഷയമല്ല, പൈസയുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരുപാട് മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രേറ്റ്നെസ് അല്ല. തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ഉണ്ടാവാൻ വേണ്ടി ഏതൊരു നടനും ഏതൊരു നടിയും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം അത് കൂടുതലും മലയാളത്തിൽ തന്നെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഒരു പൈസയ്ക്ക് ഒരു പ്രാധാന്യം, പൈസ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. കാരണം നമ്മളെല്ലാവരും എൻഡ് ഓഫ് ദ ഡേ ജീവിക്കുന്നത് സന്തോഷമായിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 15-20 വർഷം കഴിഞ്ഞ് എനിക്കൊരു കഷ്ടപ്പാട് വന്നാൽ ആരും ഉണ്ടാവില്ല സഹായിക്കാൻ. സോ അത് കാരണം അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഒരു നല്ല സിനിമ ഉണ്ടാവാൻ വേണ്ടി അത് നമുക്ക് അതൊരു തടസ്സമായി നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു നല്ല സിനിമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഒഴിവാക്കണമെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. അത് ഓരോ കഥാപാത്രങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു നടി, അല്ലെങ്കിൽ 20 വയസ്സ്, 22 വയസ്സ്, അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരു നായിക ആണെങ്കിൽ അതുപോലെ ഒരു പെൺകുട്ടിയെ അവർക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സെയിം ടൈം ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പടം വന്നു. അതിൽ അവരുടെ നായിക 48-50 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. സോ അങ്ങനെ കഥ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു നടിയെ അവർ പ്രായം കുഴപ്പമായിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അവർ കാസ്റ്റ് ചെയ്യും. കാസ്റ്റിങ്ങിൻ്റെ മെയിൻ ഇത് ഇങ്ങനെയാണ്. ഒരു 24 വയസ്സുള്ള ഒരു നായിക അവിടെ പുറത്തുനിന്ന് പഠിച്ചിട്ട് വരികയാണെങ്കിൽ അവർക്ക് 48 വയസ്സുള്ള ഒരു സ്ത്രീയെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 48 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കഥ എഴുതുമ്പോൾ അവർക്ക് 25 വയസ്സുള്ള സ്ത്രീയെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് കാരണം ആ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നല്ലാതെ എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒഴിവാക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഓരോ അങ്ങനത്തെ കഥകൾ വരണം, അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കങ്ങനെ പഴയ പോലെ ആരാധകർ അല്ലെങ്കിൽ പുതിയ പോലെ ആരാധകർ ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. കാരണം ഞാനൊരു ആസ് എൻ ഓഡിയൻസ് ഞാനും ഒരു പടം കണ്ടിട്ട് അതിൽ അവർ നന്നായില്ല അല്ലെങ്കിൽ ഇതിൽ അവർ നന്നായില്ല. ബേസിക്കലി ആൾക്കാർക്ക് എന്നോടല്ല ഇഷ്ടം, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോടാണ്. ഞാൻ ചെയ്തൊരു ക്യാരക്ടർ കണ്ടിട്ടാണ് അവർ അതിനെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഭാവനേനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇപ്പോൾ ഹണീബി ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹണീബിയിലെ ഏഞ്ചൽ പൊളിച്ചോട്ടോ എന്നാ പറയുക, അല്ലാതെ ഭാവന അങ്ങനെയല്ല പറയുക. ഇപ്പം മമ്മൂക്കയോടുള്ള നമുക്കിഷ്ടം മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളോടാണ്. ലാലേട്ടനോടുള്ള നമുക്കിഷ്ടം ലാലേട്ടൻ്റെ കഥാപാത്രങ്ങളോടാണ്. സോ കഥാപാത്രങ്ങൾ നല്ലത് വരുമ്പോൾ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമുണ്ടാവും. അല്ലാതെ പഴയ ഇഷ്ടം അല്ലെങ്കിൽ പുതിയ ഇഷ്ടം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു നടനെ ചിലപ്പോൾ വരണ സമയത്ത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ല. പിന്നീട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് അയാളോട് ഇഷ്ടം തോന്നുക. ചിലപ്പോൾ ഒരു നടി വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ വളരെ ഇഷ്ടം തോന്നും. കുറേ കഴിയുമ്പോൾ അധികം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടം തോന്നാറില്ല. സോ അതിങ്ങനെ മാറി വരും. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ എ ഗുഡ് ക്യാരക്ടേഴ്സ്, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരുപാട് കോൾസ് വരുന്ന ആളാണ്. ഞങ്ങൾ അസോസിയേഷൻ തുടങ്ങാൻ പോവാണ്, ഒരു ഫാൻസ് അസോസിയേഷൻ ആയിട്ട് തുടങ്ങട്ടെ. അപ്പോൾ റിലീസിങ്ങിന് ഞങ്ങൾ ഫ്ലക്സ് വെക്കും, ബോർഡ് വെക്കും. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യകത തോന്നിയിട്ടില്ല. കാരണം പടം നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓടും എന്നുള്ള ഒരു വിശ്വാസക്കാരിയാണ് ഞാൻ. നല്ല സിനിമയെ ഏത് പ്രേക്ഷകരാണെങ്കിലും സ്വീകരിക്കും. അല്ലാതെ ഒരു മോശം സിനിമയെ എത്ര ഫാൻസ് ഉണ്ടെങ്കിലും ഓടിക്കാൻ പറ്റില്ല അവരെ കൊണ്ട്. സോ ഒരു നല്ല സിനിമയാണെങ്കിൽ ഫാൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പുതുമുഖങ്ങളുടെ എത്രയോ പടങ്ങൾ ഇവിടെ ഓടുന്നുണ്ട്. അവർക്ക് ആർക്കും ബേസിക്കലി ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്കാരല്ല. നല്ല സിനിമയ്ക്കാണ് ആരാധകർ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഈ ജനറേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വരുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട്. എന്നും എൻ്റെ കാഴ്ചപ്പാടേ എനിക്കറിയുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്ത് ജനറേഷൻ ആണെങ്കിലും, ഇനി എനിക്കൊരു 40 വയസ്സായിട്ടാണെങ്കിലും ഒരു 50 വയസ്സായിട്ടാണെങ്കിലും ഒരു നല്ല സിനിമ വന്നാൽ എനിക്കത് ഇഷ്ടപ്പെടും. അല്ലാതെ ഇത് എൻ്റെ ജനറേഷൻ പടമല്ല, ഇത് ഇപ്പോഴത്തെ കുട്ടികളുടെ പടമെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെക്കില്ല. നല്ല സിനിമകളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ഏത് ജനറേഷനിൽ വന്നാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ 70s-ലത്തെയും 80s-ലത്തെയും 60s-ലത്തെയും പടങ്ങൾ കാണുമ്പോൾ നല്ല പടമാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം അത് എൻ്റെ ജനറേഷൻ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറിയിരിക്കാം. ഒരിക്കലും അങ്ങനെയില്ല. നല്ല സിനിമകൾക്കാണ് ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാതെ ഏത് ജനറേഷൻ നോക്കിയിട്ട് സിനിമകളെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നത് ചില ഒരു 10% ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബിരിയാണി കഴിക്കാതെ ബിരിയാണീനെ പറ്റി കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന പോലെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കുക, കാതുകൊണ്ട് കേൾക്കുന്നത് വിശ്വസിക്കുക. അല്ലാതെ ഒരു പടം ഇറങ്ങുന്നതിന് മുൻപ് ഇത് അങ്ങനെ പടമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പടമായിരിക്കും എന്ന് പറയാനുള്ള അവകാശം ആർക്കും ഇല്ല. എല്ലാം നടന്നതിന് ശേഷം നമുക്ക് അടുത്ത നിമിഷം എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. സോ അത് കാരണം ഒരു പടം ഇറങ്ങിയതിന് ശേഷം ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അത് ആൾക്കാരുടെ ഇഷ്ടം. തീർച്ചയായിട്ടും. കാരണം എൻ്റെ കരിയർ സിനിമയാണെന്നുള്ളത് 15 വയസ്സിൽ എഴുതപ്പെട്ടതാണ്, 15 വയസ്സിൽ തുടങ്ങിയതാണ്. സോ ഇനി എനിക്കൊരു കല്യാണം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും സിനിമ എന്നുള്ളൊരു മീഡിയത്തിൽ നിന്ന് എനിക്കൊരു നല്ല കോൾ വന്നാൽ, അതൊരു നല്ല ഓഫറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. കാരണം ഇതാണ് എൻ്റെ തൊഴിൽ.
മലയാളത്തിൽ നിന്നാലും പൈസ ഉണ്ടാക്കും, മലയാളത്തിൽ നിന്നാലും ഫെയിം ഉണ്ടാവും. നമുക്ക് ഒരു ആക്ടർ എന്ന രീതിയിൽ മറ്റുള്ള ഭാഷകളിൽ നിന്ന് നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഒരു മലയാളി പ്രേക്ഷകൻ തമിഴ് സിനിമ കാണുന്നുണ്ട്, ഹിന്ദി സിനിമ കാണുന്നുണ്ട്, തെലുങ്ക് ഡബ് ചെയ്ത് വന്നാൽ കാണുന്നുണ്ട്, ഇംഗ്ലീഷ് സിനിമ കാണുന്നുണ്ട്. ഒരു പ്രേക്ഷകന് ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ നല്ല റോൾസ് നല്ല ഒരു ഇതെന്ന് വന്നാൽ തീർച്ചയായിട്ടും അവർ അഭിനയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹിന്ദിക്കാർ ഹിന്ദി അഭിനയം മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തമിഴ് ആൾക്കാർ തമിഴ് സിനിമയിൽ മാത്രം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നല്ല റോൾസ് വന്നാൽ, നല്ല പ്രോജക്ട്സ് വന്നാൽ ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ നമ്മൾ പോയി അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ചും കൂടി നമ്മളൊരു എന്താ പറയുക, വൈഡായിട്ട് ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. കാരണം ഒരു അച്ഛനും അമ്മയും ഞാനും ചേട്ടനും ഒക്കെ ഞങ്ങളൊക്കെ ഇരുന്ന് ഒരുവിധം എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ ഞങ്ങൾക്ക് അറിയാം, അല്ലാതെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ സിനിമയിലെ കഥാപാത്രങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന ഒരു കഥയും അല്ലെങ്കിൽ ഒരു ആലപ്പുഴയിൽ നടക്കുന്ന കഥയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അതിലത്തെ കഥാപാത്രങ്ങൾ വ്യത്യാസം ഉണ്ടാവും, അവർ സംസാരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. സോ എല്ലാം നമ്മൾ ഈ തിരുവിതാംകൂർ മലയാളത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ മറ്റൊരു സിനിമയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുക? തീർച്ചയായിട്ടും ഒരു സിനിമ കാണുമ്പോൾ സിനിമയായിട്ട് കാണുക, അതിലെ കഥാപാത്രങ്ങളായിട്ട് കാണുക, അതിനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് പോരേണ്ട കാര്യമില്ല.